നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തിയാൽ അധികാരം എങ്ങനെ പങ്കിടണമെന്നതിനെ കുറിച്ച് കോൺഗ്രസിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി 3 പേർ രംഗത്തുള്ളതിനാൽ തെരഞ്ഞെടുപ്പിന് മുൻപേ ഇക്കാര്യങ്ങളിൽ തീരുമാനം വേണമെന്നാണ് കോൺഗ്രസ് നിലപാട്. മുഖ്യമന്ത്രി സ്ഥാനം 2 ടേമുകളിലായി ഭാഗിക്കാൻ കോൺഗ്രസിൽ ധാരണയായിട്ടുണ്ട്. 2.5 വർഷം വീതമുള്ള 2 ടേമുകളിൽ 2 മുഖ്യമന്ത്രിമാരുണ്ടാകും. VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർക്കാണ് പ്രഥമ പരിഗണന. AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും. അങ്ങനെ വന്നാൽ സതീശനോ ചെന്നിത്തലയോ ആഭ്യന്തരം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. മുതിർന്ന നേതാക്കൾ കൂട്ടമായി നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതിനാൽ ഇതിൽ പലർക്കും മന്ത്രിസ്ഥാനം കൊടുക്കാനും കോൺഗ്രസ് നിർബന്ധിതരാകും. അതിനാൽ 2 ടേമുകളിലായി മന്ത്രിസഭയിലും പുനഃസംഘടന ഉണ്ടാകും. നേതാക്കൾ തമ്മിലുള്ള തർക്കം ഇല്ലാതാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മുസ്ലിം ലീഗിന് 5ാം മന്ത്രിസ്ഥാനം നൽകുന്ന കാര്യവും UDFന്റെ പരിഗണനയിലുണ്ട്. 2021 ഇതുപോലെ മുഖ്യമന്ത്രി സ്ഥാനവും മന്ത്രിസ്ഥാനങ്ങളും വിഭജിച്ച് നൽകാൻ കോൺഗ്രസ് തീരുമാനമെടുത്തതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ UDFന് ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആര് നയിക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ നേരത്തെ തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. MPമാരും മുതിർന്ന നേതാക്കളും മത്സരമോഹവുമായി പോർവിളിയാണ്. പ്രതിസന്ധി മറികടക്കാൻ കനകോലുവിന്റെ PR ഓപ്പറേഷനിൽ വരെ പ്രതീക്ഷയർപ്പിച്ചിരുന്നു കേരളത്തിലെ കോൺഗ്രസ്. തമ്മിൽ ഏറ്റുമുട്ടുന്ന നേതാക്കളെ അനുനയിപ്പിച്ച് ഒരു കുടക്കീഴിൽ നിർത്താനാണ് വയനാട് ക്യാമ്പിൽ ലക്ഷ്യമിട്ടത്. എന്നാൽ അവിടെയും നേതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യം മറനീക്കി പുറത്തു വന്നു. മുല്ലപ്പള്ളിയും സുധീരനും പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. തനിക്കെതിരെ ഉണ്ടായ പോസ്റ്റർ പ്രചരണത്തിൽ അതൃപ്തനാണ് മുല്ലപ്പള്ളി. മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സുധീരനും നിലവിലെ നേതൃത്വത്തിനോട് വിയോജിപ്പുണ്ട്. സാങ്കേതികമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് UDFന്റെ ലീഡർ. പക്ഷേ പാർട്ടിയിൽ സതീശന് മുകളിൽ ഊഴം കാത്ത് പലരുമുണ്ട്. പ്രതിസന്ധി മറികടക്കാൻ കനകോലുവിന്റെ PR ഓപ്പറേഷനിലാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രതീക്ഷയർപ്പിക്കുന്നത്. സുനിൽ കനകോലു കോൺഗ്രസിന്റെ ഭാഗമാണെന്നും കനകോലുവിന്റെ സേവനങ്ങൾ പാർട്ടി പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് KC വേണുഗോപാലും വ്യക്തമാക്കി. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം കണ്ട് നിയമസഭയിൽ അമിത ആത്മവിശ്വാസം വേണ്ടെന്നും പുതിയ പദ്ധതി തയ്യാറാക്കണമെന്നുമാണ് കനകോലു നേതൃത്വത്തിന് നൽകിയ റിപ്പോർട്ട്. സർക്കാരിന്റെ വിലയിരുത്തൽ പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകും. വിവാദങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കനകോലുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.